ഏറ്റവും പ്രധാനപ്പെട്ടത് അമ്മ അല്പം നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട്, ആരോഗ്യനില അല്പം മെച്ചപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ്. ഷമി പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു മരുന്നുകളോട്. ഒപ്പം തന്നെ പോലീസിനോടാണ് ആദ്യ മൊഴി നൽകിയിരിക്കുന്നത് എന്നതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അത് കട്ടിലിൽ നിന്ന് വീണ് പരിക്കേറ്റു, ഡോക്ടറോടാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. കട്ടിലിൽ നിന്ന് വീണ് പരിക്കേറ്റു എന്ന്. ഈ ഇപ്പോൾ നടന്നിട്ടുള്ള സംഭവങ്ങൾ, അവരുടെ പ്രിയപ്പെട്ട 14 വയസ്സ് മാത്രം പ്രായമുള്ള ഇളയ കുട്ടിയെ ഉൾപ്പെടെ നഷ്ടപ്പെട്ട വിവരങ്ങളൊന്നും തന്നെ അവർ അറിഞ്ഞുപോലും ഉണ്ടാകില്ലായിരിക്കാം ഒരുപക്ഷെ. എന്തായാലും കട്ടിലിൽ നിന്ന് വീണ് പരിക്കേറ്റു എന്നതാണ് ഡോക്ടറോട് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ അരുൺ മോഹൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. അരുൺ, ഈ നാടിനെ ആകെ നടുക്കിയ ഈ കൊലപാതക പരമ്പരയുടെ സ്വന്തം മകൻ ചെയ്ത ഈ കൊടും ക്രൂരകൃത്യത്തിന്റെ വിവരങ്ങളൊന്നും തന്നെ അവർ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. അവർക്ക് എന്ത് സംഭവിച്ചു എന്നത് മാത്രമായിരിക്കും അവർക്ക് അറിയാവുന്നത്. പക്ഷേ അത് ഡോക്ടറോട് വെളിപ്പെടുത്താൻ തയ്യാറായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് നമുക്ക് അറിയാൻ കഴിഞ്ഞ വിവരങ്ങൾ? അത് തന്നെയാണ്. ആ അമ്മയ്ക്ക് ഉണ്ടായ വേദന മാത്രമേ അമ്മ ഇപ്പം മനസ്സിലാക്കുന്നുള്ളൂ. അമ്മയ്ക്കുണ്ടായിരുന്ന ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടു പോയി എന്നുള്ള വിവരം ആ അമ്മ അറിയുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു നേരിയ ആശ്വാസം ഇപ്പോൾ ഈ ഗോകുലം ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഈ പ്രതിയുടെ അമ്മ ഷമിക്ക് നേരിയ പുരോഗതി, ആരോഗ്യത്തിൽ നേരിയ പുരോഗതി ഉണ്ടെന്നുള്ള ഒരു ആശ്വാസ വാർത്ത നമ്മൾ നേരത്തെ പങ്കുവച്ചത് തന്നെയാണ്. അമ്മ ഇപ്പോൾ ഡോക്ടറോട് ഉൾപ്പെടെ പ്രതികരിച്ചു തുടങ്ങിയത് കട്ടിൽ നിന്ന് വീണതാണ്, അങ്ങനെ പറ്റിയതാണ് എന്നാണ് പറഞ്ഞത്. കാരണം മകനും പറയുന്ന ബന്ധുക്കളൊക്കെയും നഷ്ടപ്പെട്ട വിവരം മകനെ മൃഗീയമായി, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പറയുന്ന 13കാരന്റെ മുഖം കാണാൻ കഴിയാത്ത തരത്തിൽ വികൃതമാക്കിയ അവസ്ഥയിലായിരുന്നു ആ നരാധവൻ ആ ബാലനെ കൊലപ്പെടുത്തിയതെന്നുള്ളത് നമുക്ക് സമൂഹ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു വസ്തുതയാണ്. ആ അവസ്ഥയിൽ നിൽക്കുമ്പോൾ അതുപോലും അതറിയാതെയാണ് അമ്മ സ്വന്തം മകനെ രക്ഷിക്കാൻ വേണ്ടി തനിക്ക് പറ്റിയത് തനിക്ക് കട്ടിൽ നിന്ന് വീണതാണെന്നുള്ള മൊഴിയിൽ പക്ഷേ പറയുകയായിരുന്നു. ഇത് മുഖവിലക്കെടുക്കാത്തത് കാരണം മറ്റു വിവരങ്ങൾ ഈ അമ്മ അറിഞ്ഞില്ല എന്നുള്ളത് ഡോക്ടർമാർക്കും മറ്റു അവിടെയുള്ളവർക്കും അറിയാവുന്നുള്ളത് കൊണ്ട് തന്നെയാണ് അത് കാര്യമായി എടുക്കാത്തത്. ഈ നമുക്ക് മനസ്സിലാക്കുന്നതനുസരിച്ച് അമ്മയുടെ മുഖത്ത് 13ഓളം അടി അമ്മയുടെ മുഖത്തും ഏറ്റിട്ടുണ്ടായിരുന്നു. അമ്മയുടെ ഈ തലയോട്ടിൽ പൊട്ടലേറ്റിട്ടുണ്ട്. പക്ഷേ തലയോട്ടി മാറാത്ത കാരണം ഒരു സർജറിയുടെ ആവശ്യമില്ല എന്നുള്ളതാണ് ഇപ്പോൾ പ്രാഥമികമായി നമുക്കറിയാൻ കഴിയുന്നത്. എന്തായാലും നേരിയ പുരോഗതി അമ്മയ്ക്ക് സംഭവിക്കുന്നു എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് നമുക്ക് ഈ അവസരത്തിൽ, ഈ ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ആ ഒരു പ്രതീക്ഷ മാത്രം നമുക്കിവിടെ പങ്കുവയ്ക്കാൻ കഴിയുക. അരുൺ മോഹൻ, അല്പം ആരോഗ്യനില മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നതാണ് അവസ്ഥ. പക്ഷേ എന്താണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണങ്ങൾ എന്നത് ഇനിയും വ്യക്തമായിട്ടില്ല. മൊഴികളിൽ ചില വൈരുദ്ധ്യങ്ങളുണ്ട് എന്നത് പോലീസിൽ നിന്ന് അറിയാൻ കഴിയുന്നു. ഈ പ്രതി പറയുന്ന പല കാര്യങ്ങളിലും വൈരുദ്ധ്യങ്ങളുണ്ട് എന്നത്. അപ്പോൾ എന്താണ് ഇതിന്റെ യഥാർത്ഥ കാരണം എന്നത് ഒരുപക്ഷെ ഈ അമ്മയിൽ നിന്ന് മാത്രമാണ് അറിയാൻ കഴിയുക, യഥാർത്ഥ കാരണങ്ങൾ എന്താണ് എന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്താൻ കുറേ അധികം സമയം കാത്തിരിക്കേണ്ടി വരുമോ? ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്താണ് ഡോക്ടർമാർ പറയുന്നത്? തീർച്ചയായും രേണുക, ഇപ്പോൾ നമുക്ക് കിട്ടിയ വിവരം മരുന്നുകളോട് പ്രതികരിക്കുന്നു, വന്ന അവസ്ഥയിൽ നിന്ന് നേരിയ പുരോഗതി സംഭവിച്ചിരിക്കുന്നു. പ്രതികരിച്ചതിന്റെ ഭാഗമായാണ് ഇങ്ങനെ ഒരു വിവരം നമുക്ക് ലഭ്യമായതും. പക്ഷെ ഇനിയും ഏറെ പുരോഗമിക്കുന്നു. കാരണം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുഖത്ത് മാരകമായ പരിക്കുകളാണ് ഈ അമ്മയ്ക്ക് കിട്ടിയത്, അല്ലെങ്കിൽ മകൻ സമ്മാനിച്ചത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ ഒരു ദുരവസ്ഥയിൽ തന്നെയാണ് അമ്മ ഇപ്പോഴും കഴിയുന്നത്. നമുക്ക് എന്തായാലും വളരെ പ്രതീക്ഷയിൽ തന്നെയാണ്. ഏതായാലും വരും മണിക്കൂറുകൾ നമുക്ക് കൂടുതൽ അപ്ഡേഷൻസ് വന്ന് അമ്മയ്ക്ക് സുഖം പ്രാപിക്കുന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഡോക്ടർമാരും വിലയിരുത്തുന്നത്. അതേസമയം ഇന്ന് ഈ ആശുപത്രിയിൽ കഴിയുന്ന പ്രതിയെ ആറ്റിങ്ങൽ DOSPയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം എത്തി മൊഴി രേഖപ്പെടുത്തി എന്നുള്ള വിവരവും മനസ്സിലാവുന്നു. കാരണം ഇയാൾ എലിവിഷം കഴിച്ചു എന്ന് പറയുമ്പോൾ ഏകദേശം 24 മണിക്കൂറോളം വേണം ഇതിനൊരു ഒരു വിഷത്തിന്റെ കാഠിന്യം എത്രത്തോളം ശരീരത്തിൽ ഏറ്റിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ. അത് മനസ്സിലാക്കിയാൽ മാത്രമേ അദ്ദേഹത്തിന്റെ മറ്റു ഈ പറയുന്ന ഒരു ഡിസ്ചാർജ് അല്ലെങ്കിൽ പോലീസിന് കൈമാറുന്നത് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് കടക്കാൻ കഴിയും. എന്തായാലും നാളെ കൊണ്ട് ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് രേഖപ്പെടുത്തി കസ്റ്റഡിയിൽ എടുക്കാനുള്ള നീക്കത്തിൽ തന്നെയാണ് പോലീസ്. പക്ഷേ അതിന് ആരോഗ്യ വൃത്തങ്ങളുടെ അനുമതി വേണം. ഇപ്പോൾ പ്രത്യേക നിരീക്ഷണ സ്ഥലത്ത്
സ്ഥലത്താണ് ഇയാൾ കഴിയുന്നെങ്കിലും ആരോഗ്യ ഡോക്ടർമാരുടെ പ്രത്യേക സംഘത്തിന്റെ നിരീക്ഷണത്തിലും സംരക്ഷണയിലുമാണ് ഇപ്പോൾ പ്രതി. ഒപ്പം പോലീസും ചുറ്റും ഉണ്ട് എന്ന് മാത്രമേ നമുക്ക് പറയാം. നാളെ ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യുന്നതിലൂടെയും ഒപ്പം അമ്മയ്ക്ക് ഷമിക്ക് സുഖം പ്രാപിച്ച് സംസാരിച്ചു തുടങ്ങുന്നതോടുകൂടിയും സംഭവത്തിന്റെ ചീളുകൾ അഴിഞ്ഞു തുടങ്ങുമെന്നാണ് രേണുക നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. രേണുക, അരുൺ മോഹനാണ് വിവരങ്ങൾ നൽകിയത്. ഒരു മകൻ ഒരു നാടിനെ ആകെ വിറപ്പിച്ച കൂട്ടക്കൊലപാതകത്തിലെ പ്രതിയായി പോലീസിന്റെ കസ്റ്റഡിയിലാണ്. മറ്റൊരു മകൻ ചേതനയറ്റ ശരീരം ആ ഒരു മകനിൽ നിന്ന് തന്നെ ഏറ്റ ക്രൂരതയുടെ ബാക്കി പത്രമായി ജീവനറ്റ് കിടക്കുന്നു. അതൊന്നും ആ അമ്മ അറിഞ്ഞിട്ടില്ല. ആ അമ്മ വീണ് പരിക്കേറ്റു എന്ന വിവരമാണ് ഡോക്ടർമാർക്ക് നൽകിയിരിക്കുന്നത്. എന്തായാലും എന്താണ് ഈ കൊടും ക്രൂരകൃത്യങ്ങളിലേക്ക് നയിച്ചത് അഫാനെ എന്നത് ഇനിയും വ്യക്തമാകേണ്ടിയിരിക്കുന്നു. പോലീസ് വിശദമായ അന്വേഷണത്തിന് തയ്യാറെടുക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. വലിയൊരു സംഘം തന്നെ അതുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ചിരിക്കുന്നു. ആ പ്രത്യേക അന്വേഷണ സംഘമായിരിക്കും ഇനി ഈ കേസ് അന്വേഷിക്കുക. എന്തിന് ഈ കൊടും ക്രൂരകൃത്യം നടത്തി എന്നതാണ് ഇനിയും കണ്ടെത്താൻ കഴിയാത്തതായിട്ടുള്ളത്. അതിനെക്കുറിച്ചായിരിക്കും കൂടുതൽ അന്വേഷണങ്ങൾ ഉണ്ടാവുക. സാമ്പത്തിക പ്രതിസന്ധിയെന്നും വിവാഹത്തിനുള്ള അനുമതി നൽകാത്തത് തുടങ്ങി പല കാര്യങ്ങൾ പറയുന്നുണ്ട് എങ്കിൽ പോലും അതിൽ വ്യക്തത വരുന്നില്ല എന്നൊരു സാഹചര്യം ഉണ്ട്. ഇപ്പോൾ 5 ഡിവൈഎസ്പിമാർ ഉൾപ്പെടുന്ന പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരിക്കുകയാണ്. അന്വേഷണത്തിനായി വിവരങ്ങളുമായി നമുക്കൊപ്പം വി വിനോദ് ചേരുകയാണ്. വിനോദ്, 5 ഡിവൈഎസ്പിമാരുടെ സംഘമാണ് അന്വേഷിക്കുക. നമ്മൾ പലതരത്തിലുള്ള ക്രൂരകൃത്യങ്ങളുടെ വാർത്തകൾ കഴിഞ്ഞ കുറേയായി കേൾക്കുന്നുണ്ടെങ്കിൽ പോലും അതിൽ അങ്ങേയറ്റം സ്വന്തം കുടുംബത്തിലെ അംഗങ്ങളെ ഒരു മടിയുമില്ലാതെ കൊന്നു തള്ളിയതിൻ്റെ, അതും വെറും മണിക്കൂറുകൾക്കുള്ളിൽ കൊന്നു തള്ളിയതിൻ്റെ വലിയ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. അപ്പോൾ അതേ പ്രാധാന്യത്തോടു കൂടി അതിൻ്റെ അന്വേഷണം നടക്കണം എന്നതാണോ ഈ രീതിയിൽ ഒരു സംഘം രൂപീകരിച്ചത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? രേണുക, 25 കിലോമീറ്റർ ചുറ്റളവ്, 3 വീടുകൾ, ഇവിടങ്ങളിലായി 5 കൊലപാതകങ്ങൾ. അതുകൊണ്ട് തന്നെ വിപുലമായ അന്വേഷണമാണ് വേണ്ടത്. ഓരോ സ്ഥലത്തും തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്, ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്, CCTV ദൃശ്യങ്ങളടക്കം ഈ കേസിന് ഭാവിയിലേക്കുള്ള നടപടിക്കായി ശേഖരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വിപുലമായ ഒരു അന്വേഷണ സംഘം വേണം. IG അക്കാര്യമാണ് വ്യക്തമാക്കിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് 5 ഡിവൈഎസ്പിമാരെ ഉൾപ്പെടുത്തിയുള്ള അന്വേഷണത്തിന് തീരുമാനിച്ചത്. ഈ കേസുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക കാര്യങ്ങൾ തന്നെയാണ് ഈ കൊലപാതകങ്ങൾക്ക് അടിസ്ഥാനമായതെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ കൊലപാതകത്തിന് നേരത്തെ തന്നെ വീടുമായി ബന്ധപ്പെട്ട് പല പല കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഈ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉന്നയിച്ചിരുന്നു, വീട്ടുകാർക്കിടയിലെ തർക്കങ്ങൾ ഉണ്ടായിരുന്നു. ഈ കാര്യങ്ങളെല്ലാം തന്നെ പലപ്പോഴായി നേരത്തെ ഉണ്ടായിരുന്നു എന്നതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. അപ്പോൾ ഇത് ചേർത്ത് വെക്കുമ്പോൾ പെട്ടെന്നുണ്ടായ പ്രകോപനത്തിലെ കൊലപാതകമല്ല, സാമ്പത്തിക വിഷയങ്ങൾ തന്നെയാണ് ഇതിന് കാരണമായതെന്ന് വിലയിരുത്തപ്പെടുന്നു. വീട്ടുകാർ നേരത്തെ തന്നെ ഈ പ്രതി അഫാൻ പറയുന്നത്, അഫാന്റെ പിതാവ് ആ കുടുംബത്തിലെ ഏറ്റവും ഇളയ സന്താനമാണ്. ആ മകന് ഒരു സഹായം കുടുംബത്തിൽ നിന്ന് ലഭിച്ചില്ല. പണം കടം കൊടുത്തവർ വീട്ടിൽ വന്ന് തിരികെ ചോദിക്കുന്ന സാഹചര്യമുണ്ടായി. അടുത്ത ബന്ധുക്കൾ ഇങ്ങനെ ചോദിച്ചത് മാനസിക പ്രയാസമുണ്ടാക്കി എന്നൊക്കെയാണ് ഇതിൽ പറയുന്നത്.